പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് കേക്കാണ്, പിസ്താഷ്യോ മിൽക്ക് കേക്ക്. ഇത് എഗ്ഗ്ലെസ് കേക്ക് ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ എഗ്ഗ്ലെസ് കേക്കിൽ നമുക്കധികം വെറൈറ്റീസ് ഒന്നും കിട്ടാറില്ല. എന്നാൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിൽക്കി ആയിട്ടുള്ള ഒരു കേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇതിൻ്റെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ പാൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ സ്ക്വയർ പാനിൽ കുറച്ച് ബട്ടർ ഇങ്ങനെ കൂട്ടി കൊടുത്തിട്ട് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ പാൻ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്തു. ഇന്നത്തെ ഈ റെസിപ്പിയിലും ഞാൻ ഗ്രാം മെഷർമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കപ്പ് മെഷർമെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ കപ്പ് മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്നവർ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അവിടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് 200 ഗ്രാം പ്ലെയിൻ ഫ്ലോർ ആണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത് 120 ഗ്രാം മിൽക്കാണ്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വിനെഗർ ആഡ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ബട്ടറും ഷുഗറും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് ഹാൻഡ് മിക്സർ കൊണ്ടും ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് പൊടിച്ച പഞ്ചസാര 150 ഗ്രാം ആണ്. 150 ഗ്രാം പൊടിച്ച പഞ്ചസാര എന്ന് പറയുമ്പോൾ ഏകദേശം 1 കപ്പോളം വരും. ഇനി നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് വരില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് വേണ്ടത് 150 ഗ്രാം ഷുഗറാണ്. അത് പൊടിച്ചെടുക്കുന്നതാണ് കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട് നല്ലത്. അപ്പോൾ 150 ഗ്രാം ഷുഗർ ആഡ് ചെയ്യുന്നു. അതിലേക്ക് 80 ഗ്രാം ബട്ടർ. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. എഗ്ഗ്ലെസ് കേക്ക് ആയതുകൊണ്ട് ഇതിലേക്ക് മുട്ടയ്ക്ക് പകരമായിട്ട് 75 ഗ്രാം നല്ല കട്ടിയുള്ള തൈര് ആഡ് ചെയ്യാണ്. ഷുഗറും ബട്ടറും യോഗട്ടും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഫ്ലോർ മിക്സും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മിൽക്ക്, വിനെഗറും മിൽക്കും കൂടി ആഡ് ചെയ്തിട്ടുള്ള ആ ബട്ടർ മിൽക്ക് കൂടെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ ഫ്ലോറൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ കൈ കൊണ്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കൈ കൊണ്ടല്ല സ്റ്റാൻഡ് മിക്സറിലോ ഹാൻഡ് മിക്സറിലോ ആണ് ചെയ്യുന്നതെങ്കിൽ സ്പീഡ് ഏറ്റവും മിനിമം സ്പീഡിലിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓവർ സ്പീഡിൽ നമ്മൾ ഓവർ ബീറ്റ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പിസ്താഷ്യോ നമുക്ക് പൊടിച്ച് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഞാൻ 40 ഗ്രാം പിസ്താഷ്യോയും ഒരു 4 കാടമും കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴികെ ബാക്കിയെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ബാക്കി വെക്കുന്നു, കാരണം നമുക്ക് ലാസ്റ്റ് അതിൻ്റെ മിൽക്കിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പിസ്താഷ്യോ ഇട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ പിസ്താഷ്യോ പൗഡർ ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ ബാറ്ററിന് ഒരു ചെറിയ ഗ്രീനിഷ് കളർ വരുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഗ്രീൻ കളറിൽ കേക്ക് വേണമെന്നുള്ളവർക്ക് കുറച്ച് ഫുഡ് കളർ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ളൂ. ഞാൻ എന്തായാലും ഇന്ന് ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ബാറ്ററിന് ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാനിലേക്ക് ഇതിനെ മാറ്റാം. ഒന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ 180 ഡിഗ്രി പ്രീ ഹീറ്റഡായിട്ടുള്ള ഓവനിൽ ഒരു 25 മിനിറ്റ് മുതൽ 30 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം. ബേക്കിംഗ് ടൈം ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് ചെറുതായിട്ട് കൂടിയും കുറഞ്ഞു ഇരിക്കും. നമ്മുടെ കേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് 28 മിനിറ്റ് ഞാൻ 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തതാണ്. നമുക്കിതിന് ഉടനെ തന്നെ പാനിൽ നിന്ന് മാറ്റാം. ഇനി നമ്മുടെ പിസ്താഷ്യോ കേക്കിനെ മിൽക്ക് കേക്ക് ആക്കാനായിട്ട് നമുക്കൊരു മിൽക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം സാധാരണ മിൽക്ക് എടുത്തേക്കുന്നു. തിളപ്പിച്ചാറിച്ച മിൽക്ക് എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 150 ഗ്രാം വിപ്പിംഗ് ക്രീം. ഇത് ഷുഗറി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. ഇനി അതുപോലെ തന്നെ
കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈക്വൽ എമൗണ്ട് തന്നെ എടുക്കാം, അതായത് 150 ഗ്രാം തന്നെ എടുക്കാം. ഞാൻ എന്തായാലും കുറച്ച് മധുരം അധികം വേണ്ട എന്നുള്ളത് കൊണ്ട് 100 ഗ്രാമാണ് എടുത്തേക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കൂട്ട കുറയ്ക്കുക ചെയ്യാം. സെയിം എമൗണ്ട് തന്നെ വേണമെങ്കിലും എടുക്കാം. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരിക്കുന്ന പിസ്താഷ്യോ പൗഡറിലൂടെ ഇതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനെ മൂന്നിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്യാം. ഈ മിൽക്കിന് ചെറിയ ഒരു കളർ കൊടുക്കണം എന്ന് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഒരു 1-2 ഡ്രോപ്പ് ഗ്രീൻ കളർ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനൊരു 2 ഡ്രോപ്പ് ഗ്രീൻ ഫുഡ് കളർ ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ മിൽക്ക് കേക്കിനുള്ള മിൽക്ക് റെഡി ആയി കഴിഞ്ഞു. ഞാൻ നമ്മുടെ കേക്കിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതാണ്. ഇനി നമുക്ക് ഈ മിൽക്ക് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതിനെ സോക്ക് ചെയ്തെടുക്കണം ഈ കേക്കിനെ. ഒരു ഫോർക്ക് കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഈ കേക്ക് ഈ മിൽക്ക് അബ്സോർബ് ചെയ്തോളൂ. നമ്മൾ ഒഴിക്കുമ്പോൾ ചെറിയ ചൂടോടെ തന്നെ കേക്കിൽ ഒഴിക്കുകയാണെങ്കിൽ കേക്ക് നന്നായിട്ട് തന്നെ അബ്സോർബ് ചെയ്തെടുക്കും. ഇനി കുറച്ച് നേരം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചോ അല്ലെങ്കിൽ പുറത്ത് തന്നെ വെച്ചാലും കുഴപ്പമില്ല. കുറച്ച് നേരം തന്നെ സോക്ക് ചെയ്തിരിക്കാനായിട്ട് അനുവദിക്കുക. നമ്മുടെ കേക്കിൻ്റെ ക്രീം തയ്യാറാക്കാനായിട്ട് ഇത് 200 ഗ്രാമോളം വിപ്പിംഗ് ക്രീമാണ്. ഇതിനാണ് വിപ്പ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുമ്പോൾ ഇപ്പോഴും നമ്മൾ കുറച്ച് ഐസിങ് ഷുഗറുടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ ഈ കേക്കിന് നമ്മൾ ക്രീം ചീസ് റോസ്റ്റിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ 100 ഗ്രാമോളം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ഈ ക്രീം ചീസിനകത്തോട്ട് 1 സ്പൂൺ ഐസിങ് ഷുഗർ ഇട്ട് കൊടുത്ത് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. വിപ്പിംഗ് ക്രീം റെഡി ആയി കഴിഞ്ഞു. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് ക്രീം ചീസിലേക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇതുപോലത്തെ 2 കേക്ക് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കേക്കായിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ പകുതി മെഷർമെൻറ്റ് എടുത്താൽ മതിയാവും. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതിനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. സാധാരണ ഈ മിൽക്ക് കേക്ക് നമ്മൾ ലെയർ ചെയ്യാറില്ല. ഇനി ലെയർ ചെയ്ത് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് ഞങ്ങൾ ലെയർ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ക്രീം ചെയ്തിട്ട് സെക്കൻഡ് ലെയർ വെച്ച് അങ്ങനെയും അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ എഗ്ഗ്ലെസ് പിസ്താഷ്യോ മിൽക്ക് കേക്ക് റെഡി ആയി കഴിഞ്ഞു. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ചെറിയ ചൂടോടെ കേക്കിൽ ചെറിയ ചൂടോടെ തന്നെ ഈ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ആദ്യം നന്നായിട്ട് സോഫ്റ്റ് ആവാനായിട്ട്. അതിനുശേഷം നമുക്ക് തണുക്കാൻ വെക്കാം. അതിനുശേഷം ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നാളെ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഓരോ പീസായിട്ട് സെർവ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലും നമുക്ക് ഈ മിൽക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇത് ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ല നല്ല കേക്ക് റെസിപ്പികളുമായിട്ട് കേക്ക് ഡെക്കറേഷൻ വീഡിയോസും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. എല്ലാവർക്കും നന്ദി.